പറയുന്നതിനൊരു മാന്യത വേണം. ഏറ്റെടുത്തോന്നേ, മനസ്സിലായി? ഏറ്റെടുത്തോ. ഇതാണ് തേപ്പ്, കണ്ടോ? ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ വിട്ടി പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് കിട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും. ഇതൊന്ന് അന്ന് കണ്ട ഇതൊന്ന് ശരിക്കും എടുത്ത് ഇങ്ങനെ എന്തു ഈ കാണിക്കുന്നത്? അതെല്ലാം അങ്ങോട്ട് കുറ്റി അങ്ങോട്ട് പൊളിക്കുവാണോ? നാണം, ഉളുപ്പ് എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾക്ക് അറിയാവോ? നന്ദി എന്ന് പറഞ്ഞ വാക്കൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. അത് എന്താ നിങ്ങൾക്ക് അറിയത്തുമില്ല. അതുകൊണ്ടാണ് അപ്പനും മോളും വന്ന് ഈ മാതിരി വർത്താനങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി പറയുന്നത്. ഞാൻ നിങ്ങളുടെ രേണു സുധി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്ത് കണ്ടോണ്ടാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തലയ്ക്ക് ഇച്ചിരിയിലും വെളിവുണ്ടോ? പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? രേണു സുധിയെ കുറിച്ച് ഞാൻ ഇന്നേ വരെ ഈ ഒരു തരത്തിലൊരു വോയിസ് റേസ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്താണ് സംസാരിച്ചത്. പക്ഷെ ഇതുപോലൊരു നന്ദികേട്, നെറികെട്ട വർത്താനങ്ങൾ നിങ്ങളും നിങ്ങളുടെ അപ്പനും ചേർന്ന് സംസാരിക്കുന്നത്, അത് പൊതുസമൂഹത്തിന് നിങ്ങൾ വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് വലിയ അവാർഡ് മേടിച്ച് വീട്ടിൽ കൊണ്ട വെച്ചിട്ടുണ്ടല്ലോ. എന്ത് ഇൻഫ്ലുവൻസാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ദാനം കിട്ടിയ ഒരു വീട്, എത്ര ആൾക്കാരെ ഈ നാട്ടില് ഒറ്റമുറി വീടാണേലും മതി എന്ന് പറഞ്ഞ് കഴിയുന്നവർ എത്ര പേരുണ്ട്? ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് നല്ലൊരു വീട് അവർ വെച്ച് തന്നത്. അതിന് ഇത്തരത്തിൽ നിങ്ങൾ വലിച്ചഴിച്ച് അപമാനിക്കുന്ന എന്താ? ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നത് ഇത് കണ്ടോ? ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ? എൻ്റെ ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക. ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ വിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. കണ്ടോ? ഇതിങ്ങനെ ഇരിക്കുകയാണ്, കാണുക. ഈ മതിൽ കെട്ടി താഴെ നിന്ന് കുളവ് ബസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? ഈ 6 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ച് മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ചെടി പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്നത് ഇത് പോകും. വളരെ വിഷമിച്ച് ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. എടുത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിരിക്കുന്നത് കണ്ടോ? ഇതിൽ വെള്ളം ലീക്കുന്നത് ഇങ്ങനെ ഒരു ലീക്കുണ്ട്. ഈ ആ കറുത്ത പാട് കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ഇത്ര പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് കിട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിയോളം ഉത്തരവാദിത്തപ്പെട്ട വരെ 6 ആയില്ല, വരട്ടെ അവനെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ. ഇവർക്ക് ആ വീട് വേണ്ട. അതുകൊണ്ടാണ് ഇവര് നാഴേക്ക് 40 വട്ടവും ഈ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ, കുഞ്ഞുങ്ങളെ ആര് നോക്കും എന്ന് പറയുന്നതും ഈ വീടിന്റെ കുറ്റം ഇങ്ങനെ വന്നിരുന്ന് സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന് സംസാരിക്കുന്നു. ഓൺലൈൻ മീഡിയാസിന് പറയുന്നു, മെയിൻ മീഡിയയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് തന്നെ, സാധാരണക്കാരായ എനിക്കൊക്കെ മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വീട് വേണ്ട. ഇപ്പോ നിങ്ങൾ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നേ? ഇതുപോലെ ആർക്കും ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നൊക്കെ ഈ പറയുന്നതന്നെ. തന്തയ്ക്ക് മോളും ഒരേ കണക്ക്. തന്തയ്ക്കും ഇല്ല നാണം, മോക്കും ഇല്ല നാണം. ഈ ബിഷപ്പിനോടും ഫിറോസ് എന്ന് പറയുന്ന ഈ വീട് വെച്ച് കൊടുത്ത ആളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ അവിടെ ഏതൊരു പത്തനംതിട്ടക്കാരനായ ഏതൊരു കലാകാരന് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് അവർക്ക് ആ വീട് കൊടുക്ക്. കിച്ചുനെ നോക്കണ്ട. ആ കുട്ടി വലുതായി. അവന് എന്താണെങ്കിലും അവന്റെ അപ്പന്റെ വീട്ടിലൊരു സ്ഥാനമുണ്ട്. അവനെ അവിടുന്ന് ആരും ഇറക്കി വിടത്തില്ല. അല്ല എങ്കിലും അവന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വരുമാനം കുട്ടി ആ കുട്ടി ജീവിച്ചോളൂ എങ്ങനെയെങ്കിലും. ഇവറ്റങ്ങളെ, ഈ നന്ദിയില്ലാത്ത ഈ കൂട്ടങ്ങളെ എന്തിനാണ് അവിടെ നിർത്തിയേക്കുന്നത്? നിങ്ങൾ അതിന് അനുയോജ്യരായ ആൾക്കാരെ കണ്ടെത്തി നിങ്ങൾ ആ വീട് ട്രാൻസ്ഫർ ചെയ്ത് ദൈവത്തെ ഓർത്ത് അതിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. വീട് വെച്ച് കൊടുത്തവരെ, സ്ഥലം കൊടുത്തവരെ ഒക്കെ ഇത്രമാത്രം അപമാനിക്കാൻ മാത്രം അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഒരു വീടിന്റെ സിമെന്റ് ഇളകിപ്പോയിന്ന് അയാൾ പറഞ്ഞ വർത്താനം കേട്ടില്ലേ? ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ മണല് സിമെന്റ് വെച്ച് സാധാരണ വരെ ചെയ്യത്തില്ലായിരുന്നോ? ഇങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ഓർത്തൊരു കാലം നിങ്ങൾക്കില്ലേ? നിങ്ങൾ വാടക വീട്ടിൽ കിടന്ന സമയത്ത് വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടി നിങ്ങൾ കിടന്ന സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ പണിയൊന്നും ഇല്ലാതെ ഇരുന്ന്? അപ്പൊ ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇതുപോലൊരു വീട് കിട്ടിയത്. അത് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ എങ്ങനെയും ഉണ്ടാക്കിക്കൊള്ളാന്ന് വിചാരിച്ച് നിങ്ങൾ മാന്യമായിട്ട് വേണ്ടേ പോകാൻ? ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ തന്നെ, ഞങ്ങളെ കൊണ്ട് ഇത് ഒക്കുന്നില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. വേണ്ട, വിട്ടേച്ചും പോകും എല്ലായിടത്തും കൂടെ. നിങ്ങൾക്ക് അവിടെ ഒരു സുരക്ഷിതമായിട്ടൊരു സ്ഥലം വേണം, അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ പോയി കിടക്കുന്നതല്ലേ? ഞങ്ങളെ കൊണ്ട് കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്തു. ഇത് കാലാകാലം വരെ ഇവരിത് ചെയ്തു തന്നോണ്ടേ ഇരിക്കണോ നിങ്ങൾക്ക്? അവരൊരു വീട് സ്ഥലം കണ്ടു, ഒരു വീട് വെച്ച് തന്നു, കഴിഞ്ഞില്ലേ പണി? ഇനി എന്തെങ്കിലും പണി ഉണ്ടാകും നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് കഴിവില്ലേ? വെയിറ്റ് ചെയ്യുക. കഴിവ് ഉണ്ടാകുന്ന കാലത്ത് ചെയ്താൽ മതി. പിന്നെ യൂട്യൂബേഴ്സ് കൊണ്ടുപോയിട്ട് കൊച്ചിനെ നോക്കാൻ, അതാണല്ലോ യൂട്യൂബേഴ്സിന്റെ ഒക്കെ പണി. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാ. എന്റെ കുഞ്ഞിനെ ഞാൻ പറയാം നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാന്.
പിന്നെ എന്തിനു ഞാൻ അതിനെ പ്രസവിച്ചത്? ആ ഉത്തരവാദിത്വം, അതിനെ പോറ്റാമെന്നുള്ള ഉത്തരവാദിത്വം എനിക്ക് സ്വയം ഉണ്ടായതുകൊണ്ടല്ലേ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അതിനുണ്ടാക്കിയതും. അല്ലെ നീ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് നിന്നെ നീ പറയുവാണ് പോയിട്ട് നാട്ടുകാർ നോക്കുന്ന പറഞ്ഞത് എവിടുത്തെ ന്യായമാണ്? നീ വൃതപ്പന് മാത്രം ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണോ നിന്റെ പരാക്രമം? അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. അതിന് വേണ്ടിയിട്ടാണോ അതിന്റെ പരാക്രമം? ആ രണ്ടുപേര് കുട്ടികളുടെ പേരിലുള്ള വീടാന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയണ്ട. കിച്ചു പ്രായപൂർത്തിയായി, അവന് 20 വയസ്സ് കഴിഞ്ഞു എന്നൊന്നും നീ എടുത്തെടുത്ത് പറയണ്ട. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നീ എന്താ ഉദ്ദേശിച്ചു വരുന്നത്? ഇത് ഋതപ്പന് മാത്രം കിട്ടണം എന്ന് ഉദ്ദേശിക്കുവാണോ? നിന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ ആൾക്കാർ ദുഷിക്കാതിരിക്കണേ എങ്ങനെയാ? പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് തലേ വീഴത്തില്ലായിരിക്കും. അവള് പറയണ കേട്ടില്ലേ? തലയിൽ വീഴാതിരുന്ന ഭാഗ്യം. മൈക്കൊക്കെ അങ്ങോട്ട് വലിച്ചു പറിച്ച് തന്തയുടെ നേരെ ഒരു നീട്ടും. നിന്റെ അഹങ്കാരം, നിന്റെ ഈ അഹങ്കാര വർത്തമാനങ്ങൾ അതിന് ഭിത്തിയിട്ട് ഉരയ്ക്കാനാ തോന്നുന്നത്. അത്ര ദേഷ്യം വരും നിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇതുപോലെ പെണ്ണുങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല. പെണ്ണെന്നല്ല ആണെന്നല്ല ഒരു മനുഷ്യൻ ജീവിതത്തിൽ അഹങ്കരിക്കരുത്. നിങ്ങൾ അഹങ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കാലടിയിലെ മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് രേണു മനസ്സിലാക്കുന്നില്ല. രേണു സുധി എന്ന് പറഞ്ഞ നിന്റെ യൂട്യൂബ് ചാനലിലോട്ട് കൊണ്ട് നീ വീഡിയോ എടുത്തിട്ടിട്ടില്ലേ? അത് ആ സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടല്ലേ നീ ഇതിട്ടേക്കണേ? അയാളുടെ പേരിൽ ഫെയിമായി, അയാളുടെ പേരിൽ ഇതെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ട് അയാളെ കളിയാക്കുന്ന തരത്തിലും അയാളെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്വഭാവത്തിലൂടെ നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവിന് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന്. അയാളെ ഇതുപോലൊരു ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട്, ഇതുപോലെ അയാളെ അപമാനിച്ചത്, അയാൾ ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇതുപോലൊരു അപമാനം അയാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ പെണ്ണും പിള്ളയും ഇതിന്റെ തന്തയുടെ കൂടി അയാളെ ഇങ്ങനെ വലിച്ചു കീറുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇത്രയ്ക്ക് അധപ്പതിക്കരുത്. എസ്പെഷ്യലി സ്ത്രീകൾ ഒട്ടും അധപ്പതി. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെ അധപ്പതിച്ച് ജീവിക്കരുത്. ഇതുപോലെ വ്യക്തിത്വം മറന്ന് ജീവിക്കരുത്. എല്ലാവർക്കും അവരവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് കളഞ്ഞു കുളിച്ച് ഒരു പെണ്ണും ജീവിക്കരുന്ന എന്റെ അഭിപ്രായം. നിങ്ങളെപ്പോലുള്ള മറ്റുള്ള സ്ത്രീകളെയും കൂടി അപമാനിക്കുന്ന തരത്തിലേക്ക് പെണ്ണെന്നുള്ള വർഗ്ഗം ഇങ്ങനെ അല്ലേന്ന് പറയത്തക്ക രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. ഇതൊരു വാണിംഗ് പോലെയാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളോട് വെറുപ്പ് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.